ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കോറിയോളിസ് ഫോഴ്സ് അതുപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് കോറിയോളിസ് ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനാണ് പറയാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യം കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റുകൾ നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻസ്, എഫക്ട്സ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് ഓൺ എർത്ത്. അപ്പോൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? എഫ് കോറിയോളിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -2m ഇൻറ്റു ഒമേഗ ക്രോസ് വി. വി എന്താണ്? വെലോസിറ്റി മെഷേർഡ് ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രം വി ആർ ആണ് വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെലോസിറ്റി മെഷേർഡ് ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം വി ആർ. ഓക്കെ, വെലോസിറ്റി മെഷേർഡ് ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം. അപ്പോൾ നമ്മുടെ എപ്പോഴാണ് കോറിയോളിസ് ഫോഴ്സ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക? ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ഉണ്ടാവും വേണം. ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഒരു വസ്തു മൂവ് ചെയ്യും കൂടി ചെയ്യുകയാണെങ്കിലാണ് ആ വസ്തുവിൽ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, കോറിയോളിസ് ഫോഴ്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് എഫക്റ്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളോയിങ് ബോഡി. എഫക്റ്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിങ് ബോഡി. അതായത് എർത്തിൽ ഒരു ബോഡി മേലെ നിന്ന് താഴേക്ക് ഇടുകയാണ്. അതായത് അതൊരു ഫ്രീലി ഫോളിങ് ബോഡി ആണല്ലോ. അതിൽ ഈ കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് എന്താണെന്ന്. എർത്ത് എന്താണ്? റൊട്ടേറ്റിംഗ് ഫ്രെയിം അല്ലേ? എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എർത്തിൻ്റെ ഉള്ളിൽ ഒരു സാധനം മൂവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവണം? കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. കാരണം കോറിയോളിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -2m ഇൻറ്റു ഒമേഗ ക്രോസ് വി ആർ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ എർത്തിനെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. നോർത്ത്, സൗത്ത്, പിന്നെ ഇങ്ങനെയല്ലേ വരിക? നോർത്ത് ന്യൂസ് എന്നാണ് വരിക. അപ്പോൾ അത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇങ്ങനെ വരിക. അപ്പോൾ ഇതിൻ്റെ ഇക്വേറ്ററാണ് ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു നമ്മളെ കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്തതാണ് ഇങ്ങനെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എർത്തിലെ ഒരു നിശ്ചിത പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫ്രീ ഫോളിങ് നടക്കുന്നത്. അപ്പോൾ ഏത് പോയിന്റിലാണ് എർത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ്. സപ്പോസ് ദിസ് ഈസ് ദ പോയിന്റ് ഓൺ ദ എർത്ത്. എർത്തിൻ്റെ ഈ ഒരു പോയിന്റിലാണ് ഈ ആരോ മാർക്ക് കാണിച്ചിട്ടുള്ള. ഇതാണ് നമ്മുടെ ഒറിജിൻ കേട്ടോ. നമ്മുടെ ഒറിജിനാണിത്. ഒറിജിനിൽ ഒരു പോയിന്റ്. അപ്പോൾ എർത്തിലെ ഏതൊരു പോയിന്റും കാണിക്കാനുള്ള ഒരു അടയാളമാണിത്. ഈ ഇവിടുത്തെ ലാറ്റിറ്റ്യൂഡ് കാണിക്കുക. ഓക്കെ, ഈ ലാറ്റിറ്റ്യൂഡ് ഫൈ. ഓക്കെ, അപ്പോൾ ഈ ഫൈ ഏതാണെന്ന് കൊടുത്താൽ ഇതിന്മേലെ ഏത് പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു പ്രത്യേക ഫൈ കൊടുത്താൽ ഈ ഒരു പോയിന്റും ഇവിടുത്തെ അല്ല, ഇവിടുത്തെ ഈ ഒരു ലാറ്റിറ്റ്യൂഡിലെല്ലാം കിട്ടും. അങ്ങനെ ഫൈ നമ്മൾ 90 ഡിഗ്രി കൊടുക്കുമ്പോൾ പോളാവും. ഫൈ 0 കൊടുക്കുമ്പോൾ ഇക്വേറ്റർ ആവും. ഫൈ ഏതാണോ കൊടുക്കുന്നത് അതായത് പോയിൻ്റായി മാറും. ഓക്കെ, ലാറ്റിറ്റ്യൂഡാണ് ഫൈ, ലാറ്റിറ്റ്യൂഡ് ആംഗിൾ. പിന്നെ ഒമേഗ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ അത് നമുക്കിവിടെ കാണിക്കണം. കാരണം കോറിയോളിസ് ഫോഴ്സിൽ ഒമേഗ എന്നൊരു എക്സ്പ്രഷൻ ഒരു ടേം ഉണ്ട്. അതുകൊണ്ട് ഒമേഗ നമ്മുടെ കറക്കത്തിനെ നമ്മൾ ഒമേഗയുടെ ഡയറക്ഷൻ എങ്ങനെ നമ്മൾ എടുക്കുക? ഡയറക്ഷൻ ഓഫ് ഒമേഗ, ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി എടുക്കാൻ നമ്മൾ എന്ത് എടുക്കുക? റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് നമ്മളെ വിരലുകൾ കേൾ ചെയ്യുക. നമ്മളെ വിരലുകൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കേൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ തണ്ടാൻ വിരൽ എങ്ങോട്ടാണ് നിൽക്കുന്നത് നോക്കുക. നമ്മുടെ കറക്റ്റ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിൽ വിരലുകളൊക്കെ കേൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തള്ളാൻ വിരൽ എങ്ങോട്ടാണോ മുകൾക്കാണെങ്കിൽ ഇതാണ് ഒമേഗയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇതുപോലെ ഭൂമി ഇങ്ങോട്ടാണ് കറങ്ങുന്നതെങ്കിൽ ഭൂമിയുടെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും വരിക. ഒമേഗ
ഓക്കെ, ഇങ്ങനെയാണ് ഒമേഗ ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഒമേഗയുടെ ഡയറക്ഷൻ അങ്ങനെയാണ് എടുക്കുക സാധാരണഗതിയിൽ. നമ്മൾ എങ്ങോട്ടാണോ ഏത് വസ്തുവാണോ കറങ്ങുന്നത് അതിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ തള്ളാൻ വിരൽ ഒഴികെയുള്ള മറ്റുള്ള വിരലുകൾ കേൾ ചെയ്യുക. അപ്പോൾ തള്ളാൻ വിരൽ എങ്ങോട്ടാണ് നിൽക്കുന്നത്, തമ്പ് എടുക്കാണ് നിൽക്കുന്നത്, അതാണെന്ത് ഒമേഗയുടെ ഡയറക്ഷൻ. അപ്പോൾ ഒമേഗ ഇവിടെ ഇതാണ്. ഓക്കെ, നമ്മുടെ മോഷൻ വസ്തുവിനെ താഴേക്ക് ഇടുന്നത് ഫ്രീലി ഫോളിങ് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്, ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വീഴുക, ഈ ഒരു പോയിന്റിൽ താഴേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവാർഡ് വീഴുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും. ഇവിടെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഒക്കെ വെക്കേണ്ടി വരും ഇവിടുത്തെ മോഷൻ അനലൈസ് ചെയ്യാനേ. നമുക്കതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഈ വെർട്ടിക്കൽ ഡയറക്ഷനെ നമ്മൾ സെഡ് ആക്സിസ് ആയിട്ട് എടുത്തു, ഇതിനെ വൈ ആക്സിസ് ആയിട്ട് എടുത്തു, ഈ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യാം, ഈ ഒരു ഒമേഗ ഉണ്ടല്ലോ, ഒമേഗ ഇവിടെ ഈ ഒമേഗ വരയ്ക്കുക ഈ ഒരു പോയിന്റിൽ. നമ്മളെ ഫ്രീലി ഫോളിങ് എവിടെ നടക്കുന്നത്, ഇവിടെ. നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ ഈ ഒരു പോയിന്റിലാണ് ഫ്രീലി ഫോളോ ചെയ്യുന്നത്. ഇവിടുന്ന് മേലെ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരും. ആ കാര്യം മനസ്സിൽ വേണം. ഓക്കെ, ഫ്രീലി ഫോളിങ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത്, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഫ്രീലി ഫോളിങ്, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഏതായാലും ഭൂമിയുടെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ താഴേക്ക് വരിക, അതാണ് ഫ്രീലി ഫോളിങ്. ഇപ്പോൾ നമ്മുടെ ഡെറിവേഷൻ തുടങ്ങാം. സപ്പോസ് ദ ബോഡി ഈസ് ഫ്രീലി ഫോളിങ് അറ്റ് ദ ലാറ്റിറ്റ്യൂഡ് ഫൈ എന്ന ലാറ്റിറ്റ്യൂഡിൽ ഒരു ബോഡി താഴേക്ക് ഫ്രീ ഫോൾ ചെയ്യുകയാണ്, അതായത് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോഡിയുടെ വെലോസിറ്റി ആണെന്ത്, ലെറ്റ് ദ വെലോസിറ്റി ഓഫ് ബോഡി v. വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു v ഉള്ളത് മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ടുള്ളൂ. ഡയറക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് സെഡ് ആക്സിസ് അല്ലേ, അപ്പം സെഡ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലാണ്, ഇൻക്രീസിങ് ഡയറക്ഷനിലല്ല ഡിക്രീസിങ് ഡയറക്ഷനിലാണ് വീഴുന്നത്. അപ്പോൾ മൈനസ് കെ ക്യാപ്പ്, ഇതാണ് അതിൻ്റെ വെലോസിറ്റി ഡയറക്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി ആംഗുലാർ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, ആംഗുലാർ വെലോസിറ്റി, കാരണം നമുക്കറിയാം എന്ത് കോറിയോളിസ് ഫോഴ്സാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കോറിയോളിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -2m ഇൻറ്റു ഒമേഗ ക്രോസ് വി ആണ്. അപ്പോൾ ഈ പോയിന്റിൽ ഒമേഗയും വേണം ഇതും വേണം. ആംഗുലാർ വെലോസിറ്റി നമുക്കിവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എഴുതണമെങ്കിൽ ഒരു കാര്യം ഇവിടെ ചെയ്യണം, ഈ ഒമേഗയെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ അത് ഒന്ന് വെച്ച് നോക്കാം ഈ പിങ്ക് കളറിൽ. ഓക്കെ, അപ്പോൾ ഈ ഒമേഗയെ ഇവിടെ കൊടുന്ന് വരച്ചിട്ടോ. ഈ ഒമേഗയെ നമുക്ക് ഈ സെഡും വൈ ആക്സിസിൽ റിസോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആക്സിസുകൾക്കിടയിലെ ആംഗിൾ വേണം. ഈ ആംഗിൾ എത്രയാണ്, ഇത് ഫൈ ആണെങ്കിൽ ഇതും ഫൈ ആണ്, ഇത് ഫൈ ആണെങ്കിൽ ഇത് 90 മൈനസ് 5, ഇത് 90 മൈനസ് 5 ആണെങ്കിൽ ഇത് ഫൈ. ഓക്കെ, ഇതേ ഫൈ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒമേഗയെ ഇവിടെ റിസോൾവ് ചെയ്ത് എഴുതാം. ഇതെന്താണ്, ഒമേഗ കോസ് ഫൈ ആണ് ഈ കമ്പോണൻറ്റ്, വൈ ഡയറക്ഷനിൽ സെഡിലുള്ളത് ഒമേഗ സൈൻ ഫൈ അല്ലേ. അപ്പോൾ ഒമേഗയെ എങ്ങനെ എഴുതാം, ഒമേഗ കോസ് ഫൈ ജെ ക്യാപ്പ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ്പ്, ഇങ്ങനെ എഴുതി കൂടെ. കാരണം ഈ കമ്പോണൻ്റ് തന്നെ ഒമേഗ സൈൻ ഫൈ ആണ്, ഇത് ഒമേഗ കോസ് ഫൈ ആണ്. അപ്പോൾ ആ പോയിന്റിൽ നമ്മുടെ ഈ എർത്തിൻ്റെ ഈ ഒരു ലാറ്റിറ്റ്യൂഡിൽ ഈ ഒരു പോയിന്റിൽ ഒമേഗ ഇങ്ങനെ എഴുതാം. ഈ ഫൈ എന്നുള്ളത് ലാറ്റിറ്റ്യൂഡ് ആംഗിളാണ്. അപ്പോൾ ഓരോ ഫൈ മാറുന്നതിനനുസരിച്ച് ഈ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ ഫൈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിലെ ഫൈ നമ്മളവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ കോസ് ഫൈ ജെ ക്യാപ്പ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ്പ്. അങ്ങനെയാണെങ്കിൽ കോറിയോളിസ് ഫോഴ്സ് ഇനി കാണാൻ എളുപ്പമാണ്. കോറിയോളിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എഫ് കോറിയോളിസ് ഈസ് ഈക്വൽ ടു
2m ഇൻറ്റു ഒമേഗ ക്രോസ് വി. വി എന്താണ്? റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് ആ ബോഡിയുടെ മെഷർ ചെയ്യുന്നത് വെലോസിറ്റി എത്രയാണ്. അതന്നെയല്ലേ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരാൾ എർത്ത് റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്. ഇവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ആ ബോഡി താഴേക്ക് വരുന്നത് എന്ത് വെലോസിറ്റി, അതാണ് വി, ഇവിടുത്തെ വി. ഓക്കെ, അപ്പോൾ -2m ഇൻറ്റു ഒമേഗയുടെ സ്ഥാനത്ത് ഒമേഗ കോസ് ഫൈ ജെ ക്യാപ്പ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ്പ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ്പ് ക്രോസ് വി അല്ലേ. വി എന്നുള്ളത് വി മൈനസ് കെ ക്യാപ്പ്. അപ്പോൾ -2m ഇനി ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം. ഒമേഗ കോസ് ഫൈ വി ജെ ക്യാപ്പ്, ഒരു മൈനസ് ഉണ്ടോ, ജെ ക്യാപ്പ് ക്രോസ് മൈനസ് കെ ക്യാപ്പ് പ്ലസ് ഒമേഗ സൈൻ ഫൈ വി കെ ക്യാപ്പ് ക്രോസ് മൈനസ് കെ ക്യാപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ -2m, where m is the mass of the body falling. അപ്പോൾ ഈ ടേം എന്താ? മൈനസ് കെ ക്യാപ്പ് ക്രോസ് മൈനസ് കെ ക്യാപ്പ് 0 ആണ്. ബിക്കോസ് ക്രോസ് പ്രൊഡക്റ്റ് ഒരേ ഡയറക്ഷനിലുള്ള രണ്ട് ക്വാണ്ടിറ്റികളുടെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആണ്. ഈ ടേം 0 ആയിരിക്കും. ഈ ടേം എന്താണ്? ഒമേഗ കോസ് ഫൈ വി, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, +2 പഠിച്ചതായിരിക്കും. ഐ ക്യാപ്പ് ഐ ജെ കെ, അങ്ങനെയാണ്, ഇങ്ങനെ ക്ലോക്ക് വൈസ്. ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് എന്നുള്ളത് കെ ക്യാപ്പാണ്. കെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് എന്നുള്ളത് ജെ ക്യാപ്പ്. ഇങ്ങനെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഓർഡർ ഇങ്ങനെ വരിക. ഇനിയിപ്പോൾ ജെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ആണെങ്കിൽ മൈനസ് കെ ക്യാപ്പ് ആയിരിക്കും. ഈ ക്ലോക്ക് വൈസ് ഓർഡറിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ക്രോസ് പ്രൊഡക്റ്റ് വരിക. ഒരേ ഇതിന് അതേ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയിരിക്കും വരിക. അപ്പോൾ ഇതെന്താ വരിക? ജെ കെ ക്രോസ് മൈനസ് കെ ക്യാപ്പ് എന്നുള്ളത് ഇങ്ങനെ എഴുതാം. ജെ ക്യാപ്പ് മൈനസ് ഓഫ് ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ്. ഇതെന്താ? ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് എന്നുള്ളത് ഐ ക്യാപ്പാണ്. മറ്റേ ടേം 0 വരിക, ഈ ടേം 0 വരിക. അപ്പോൾ -2m ഇൻറ്റു ഒമേഗ കോസ് ഫൈ ഇൻറ്റു വി ഇൻറ്റു മൈനസ് ഐ ക്യാപ്പ്. ഇവിടെ മൈനസ് പുറത്തുണ്ട്, പിന്നെ ഒരു ഐ ക്യാപ്പ്. ഈ മൈനസ് നമുക്കാണ് കളയാം, പുറത്ത് വേറൊരു മൈനസും കൂടി ഇല്ലേ. 2m ഒമേഗ വി കോസ് ഫൈ എഫ് കോറിയോളിസ് ഐ ക്യാപ്പ്. അപ്പോൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷനാണ്. ഇവിടെ എക്സ് ഡയറക്ഷൻ ഏതാണ്? ഇതാണ് എക്സ് ഡയറക്ഷൻ എന്നുള്ളത്, ഇതാണ്. ഓക്കെ, ഇതാണ് എക്സ്. എന്നാലല്ലേ നമ്മൾ ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് കേൾ ചെയ്യുമ്പോൾ, എക്സിന്ന് റൈറ്റ് ഹാൻഡ് കേൾ ചെയ്യുമ്പോൾ സെഡിലേക്ക് പോകണം. അങ്ങനത്തെ രീതിയിലാണ് എക്സ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വന്നിട്ടുള്ളത് ഈ ഡയറക്ഷനിലാണ്. ഐ ക്യാപ്പിൻ്റെ എക്സിൻ്റെ ഡയറക്ഷൻ, എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇതേതാണ്? ഇവിടെ ഈസ്റ്റ് ആണോ ഏതാണ്? ഈ ഡയറക്ഷനാണ്. ഈ ഒരു പോയിന്റിൽ ഇവിടുത്തെ ഈ പോയിന്റിലെ നോർത്തും ഇതൊക്കെ നമ്മൾ നോക്കുക. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. അതൊക്കെ ഓരോ പോയിന്റിൽ മാറ്റം ഉണ്ടാവും, നോർത്തും ഈസ്റ്റും വെസ്റ്റും സൗത്തും ഒക്കെ. അപ്പോൾ ഈ പോയിന്റിൽ ഇങ്ങോട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിലാണ് എന്തുള്ളത്? കോറിയോളിസ് ഫോഴ്സ് ഉള്ളത്. എക്സ് ഡയറക്ഷൻ എന്നുള്ളത് ഈസ്റ്റിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് ഈസ് ടുവാർഡ്സ് ഈസ്റ്റ്. അതായത് ആ ബോഡി എന്ത് ചെയ്യും? ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുക? ഡിഫ്ലക്റ്റ് ചെയ്യുക. വെർട്ടിക്കലിൽ നിന്ന്
താഴേക്ക് വീഴുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ വസ്തു ഇതിങ്ങനെ താഴേക്ക് വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈസ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ചെരിഞ്ഞ് പോകും. ഓക്കെ, അപ്പോൾ ഫ്രീലി ഫോളിങ് ബോഡിയിൽ ആ ഒരു കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റായിട്ട്, ഈ ഒരു ഫോഴ്സിൻ്റെ എഫക്റ്റായിട്ട് ഈസ്റ്റിലേക്ക് അത് ചെരിഞ്ഞ് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എക്സ് ഡയറക്ഷൻ ഈസ് അറ്റ് ദ ഗിവൺ പോയിന്റ് ഈസ് ദ ഈസ്റ്റ് ഡയറക്ഷൻ. സോ കോറിയോളിസ് ഫോഴ്സ് ഈസ് ടുവാർഡ്സ് ഈസ്റ്റ്. സോ ദ ബോഡി ഡിഫ്ലക്ട്സ് ടുവാർഡ്സ് ഈസ്റ്റ്. ഓക്കെ.